ഗുരുവായൂരിൽ യുവതിയെ കൊലപ്പെടുത്താൻ സ്ത്രീവേഷത്തിലെത്തിയ സംഭവത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്ത്. കേസിലെ പ്രധാന പ്രതി പ്രസാദുമായുള്ള അടുപ്പം ഭാര്യയെ യുവതി അറിയിച്ചതാണ് വൈരാഗ്യത്തിന് കാരണം. ഗുരുവായൂരിലെത്തി യുവതിയെ കൊലപ്പെടുത്തുകയായിരുന്നു സംഘത്തിന്റെ ലക്ഷ്യം. വിവരങ്ങൾ നൽകാനായി സാനു കെ സജീവ് ചേരുന്നുണ്ട്. സാനു, കഴിഞ്ഞ ദിവസമാണ് ഈ വാർത്ത പുറത്തേക്ക് വന്നത്. യുവതിയെ കൊലപ്പെടുത്താൻ പ്രതി സ്ത്രീവേഷത്തിൽ എത്തിയതായിട്ടുള്ള സംഭവത്തിലാണ് ഇപ്പോൾ കൂടുതൽ വിവരങ്ങൾ പുറത്തായിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട മറ്റു വിശദാംശങ്ങൾ എന്തൊക്കെയാണ്? ബാക്കി നടപടിക്രമങ്ങൾ ഇനി എന്തൊക്കെയായിരിക്കും മുൻപോട്ടുണ്ടാവുക? സാനു. അഞ്ജന, എന്തായാലും സിനിമാ കഥയെ വെല്ലുന്ന തരത്തിലുള്ള തിരക്കഥയോടുകൂടിയാണ് ഗുരുവായൂരിൽ ഈ സംഭവം നടന്നിട്ടുള്ളത്. പ്രസാദ് എന്ന് പറയുന്ന ആൾ തൊടുപുഴ സ്വദേശിയാണ്. തൊടുപുഴയെ വെച്ചാണ് ഇയാൾ ഈ ഒരു സ്പായിൽ ജോലി ചെയ്യുന്ന സ്ത്രീയുമായിട്ട് പരിചയപ്പെടുകയും അടുപ്പം സ്ഥാപിക്കുകയും ചെയ്യുന്നത്. അതിനുശേഷം ഇവർ വളരെ ദീർഘകാലമായിട്ട് ആ സൗഹൃദം മുന്നോട്ട് കൊണ്ടുപോയിരുന്നു. അതിനുശേഷം ഇവർ തെറ്റിപ്പിരിഞ്ഞതോടുകൂടിയാണ് ഇപ്പോഴത്തെ പ്രശ്നങ്ങളിലേക്കൊക്കെ കാര്യങ്ങൾ വഴിവെച്ചത്. കഴിഞ്ഞ ദിവസം ഗുരുവായൂർ ക്ഷേത്രത്തിന്റെ പടിഞ്ഞാറേ നടയിലടക്കം പ്രസാദിന്റെ ഒപ്പമുള്ള സംഘവും ഈ സ്ത്രീവേഷം കെട്ടിക്കൊണ്ട് ഈ യുവതിനെ, ഈ പെൺകുട്ടിനെ തെരഞ്ഞുകൊണ്ട് എത്തി എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതിനുശേഷം ആളുകൾ, അതായത് ക്ഷേത്രത്തിലും ക്ഷേത്ര പരിസരത്തും ഉണ്ടായിരുന്ന ആളുകളാണ് ഈ ഒരു പുരുഷൻ സ്ത്രീവേഷം കെട്ടി ആ പ്രദേശത്തുകൂടി അലഞ്ഞു നടക്കുന്നു, പണം ചോദിക്കുന്നു എന്ന തരത്തിലുള്ള പരാതിയൊക്കെ വന്നതോടുകൂടിയാണ് ഗുരുവായൂർ ടെമ്പിൾ പോലീസ് ഈ പ്രസാദിനെ അടക്കം ഈ കസ്റ്റഡിയിൽ എടുത്തുകൊണ്ട് ചോദ്യം ചെയ്യുന്നത്. ആ ചോദ്യം ചെയ്യലിൽ നിന്നാണ് ഈ ഞെട്ടിക്കുന്ന വിവരങ്ങളൊക്കെ പുറത്തു വരുന്നത്. അതായത് തൊടുപുഴ സ്വദേശി കൂടിയാണ് ഈ സ്ത്രീ. ആ സ്ത്രീയുമായിട്ട് അടുപ്പമുണ്ടായിരുന്നു. അതിനുശേഷം ഇവർ തെറ്റിപ്പിരിഞ്ഞതിന് ശേഷം ഇയാളുമായിട്ട്, ഈ പ്രസാദുമായിട്ട് അടുപ്പം ഉണ്ടായിരുന്ന സ്ത്രീ പ്രസാദിന്റെ ഭാര്യയ്ക്ക് ഇവർ ഒന്നിച്ചുള്ള ചിത്രങ്ങൾ അടക്കം അയച്ചു കൊടുത്തിരുന്നു. അങ്ങനെ ഉണ്ടായപ്പോൾ ഈ പ്രസാദിന്റെ കുടുംബവും ഈ ഒരു വിഷയത്തിൽ വലിയ രീതിയിൽ പ്രതികരണവുമായിട്ട് രംഗത്ത് വരികയും പ്രസാദിന്റെ കുടുംബജീവിതം തകരുന്ന നിലയിലേക്ക് കാര്യങ്ങൾ വഴിമാറുകയും ചെയ്തിരുന്നു. അതിനെ തുടർന്നാണ് ഈ സ്പായിൽ ജോലി ചെയ്യുന്ന യുവതിനെ കൊലപ്പെടുത്തുക എന്നുള്ള തരത്തിലുള്ള കാര്യങ്ങൾ ഇവർ തീരുമാനിക്കുന്നത്. അതിനു വേണ്ടിയിട്ടാണ്, ഈ സ്ത്രീയെ കണ്ടെത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇവർ ഈ സ്ത്രീവേഷം കെട്ടിക്കൊണ്ട് ഈ പ്രസാദും സംഘവും രംഗത്തേക്ക് എത്തുന്നത്. എന്തായാലും ഇപ്പോൾ പ്രസാദിനെ ഈ കൊലപ്പെടുത്താനായിട്ടുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടായതിന്റെ പശ്ചാത്തലത്തിൽ ഈ ജാമ്യമില്ലാ വകുപ്പ് പ്രകാരം പ്രസാദിന്റെ ഒപ്പമുള്ള 4 സംഘത്തിനെതിരെയും കേസെടുത്തിട്ടുണ്ട്. എന്നാൽ അത് സംഘം ചേർന്നുകൊണ്ട് ഒരാളെ അപായപ്പെടുത്താൻ ശ്രമിച്ചു വന്ന വകുപ്പൊക്കെയാണ് ഇപ്പോൾ നിലവിൽ ചേർത്തിട്ടുള്ളത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കൂടുതൽ അന്വേഷണമൊക്കെ നടത്തി വരികയാണ്. ഈ ചിത്രങ്ങളൊക്കെ അയച്ചു കൊടുത്തിട്ടുള്ള പ്രസാദിന്റെ മുൻ പരിചയക്കാരി, മുൻ സൗഹൃദത്തിലുണ്ടായിരുന്ന ആളെയും കൂടെ കണ്ടെത്തിക്കൊണ്ട് വിശദമായിട്ടുള്ള ചോദ്യം ചെയ്യലിനാണ് ഗുരുവായൂർ പോലീസ് തയ്യാറെടുക്കുന്നത്. അഞ്ജന. ശരി, ഏതായാലും വിശദമായ വാർത്തയുടെ റിപ്പോർട്ടാണ് സാനു കെ സജീവ പങ്കുവച്ചത്.